നസ്രീൻ, ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ബാധിക്കുന്ന 3-4 സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായത് എത്ര പേരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമല്ല. നമ്മൾ അറിയാത്ത പോലെ പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇന്ത്യ ഔദ്യോഗികമായി അമേരിക്കയ്ക്കെതിരെ ഒന്നും പറയുന്നില്ലെങ്കിലും അമേരിക്കയുടെ മാടമ്പിത്തരത്തിന് മുമ്പിൽ മുട്ടുവളയ്ക്കേണ്ട എന്നുറച്ചുള്ള നിലപാടുമായി മുമ്പോട്ട് പോവുകയാണ്. അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ വളച്ചൊടിച്ച് അമേരിക്കയുടെ കാൽ കീഴിൽ കൊണ്ടുവരണം. അമേരിക്കയ്ക്ക് ഗുണകരമായ രീതിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഉണ്ടാവണം. അത് ഇന്ത്യയുടെ താല്പര്യമല്ല, അമേരിക്കയുടെ താല്പര്യം മാത്രം പരിഗണിക്കണം എന്നതാണ്. എന്നാൽ ഇന്ത്യ അതിന് വഴങ്ങുന്നില്ല. എന്ന് മാത്രമല്ല, പ്രതികാര ചുങ്കം ചുമത്തിയത് കൊണ്ട് ഇനി അധികം കോംപ്രമൈസിനൊന്നും പോവേണ്ട എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ചർച്ച വേണമെങ്കിൽ ആവാം, പക്ഷെ ഞങ്ങൾക്ക് മാത്രമായി ചർച്ച വേണ്ട, നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ചർച്ചയാവാം. ചർച്ചയ്ക്ക് മുന്നുപാധികൾ പാടില്ല. ഇന്ത്യയുടെ താല്പര്യം ഹനിക്കുന്ന റെഡ് ലൈൻ കടക്കാൻ പാടില്ല. വളരെ വ്യക്തമായി തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കാര്യം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, അമേരിക്ക പറയുന്നത് അതേപടി ചെയ്യുന്നതല്ല ഇന്ത്യയുടെ വിദേശകാര്യ നയം. അമേരിക്ക പറയുന്നത് അതേപടി അനുസരിക്കുന്നതല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ച. ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതിനൊരു റെഡ് ലൈൻ ഉണ്ട്. ചില വിഷയങ്ങളിൽ ഇന്ത്യക്ക് ചർച്ച പോലും ഇല്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ധാരണകളിലെത്താം. അല്ലാതെ ചില വിഷയങ്ങളിൽ ഇന്ത്യ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചർച്ചയില്ല. വളരെ വ്യക്തമായി, കൃത്യമായി, ശക്തമായി പറഞ്ഞു. അത് ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയാണ്. അമേരിക്കയുടെ പിടിവാശി എന്ന് പറയുന്നത് അവർക്ക് വേണ്ടാത്ത ജനിതക മാറ്റം വരുത്തിയിരിക്കുന്ന ചോളം അത് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കണം. ഇന്ത്യക്ക് അത് ആവശ്യത്തിലധികമുണ്ട്. ഇപ്പോൾ എത്തനോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചോളം ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ട് മാത്രമാണ് ഷോർട്ടേജ് ഉള്ളത്. അല്ലാതെ ഇവിടുത്തെ കർഷകർക്ക് ഭക്ഷണം കൊടുക്കാൻ അമേരിക്കയുടെ ചോളം ആവശ്യമില്ല. ജനിതക മാറ്റം വരുത്തി നിർമ്മിച്ചിരിക്കുന്ന ചോളം എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കണം. ഇന്ത്യ അതിന് ഒരുക്കമല്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു റെഡ് ലൈൻ ഉണ്ട്. ആ റെഡ് ലൈനിന് അപ്പുറത്തേക്ക് ഒരു ചർച്ചയുമില്ല. അതേസമയം ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്ക. അതുകൊണ്ട് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാവും, ഒരു ധാരണയുണ്ടാവും. അത് പക്ഷേ അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പോലെ അല്ല എന്ന് എസ് ജയശങ്കർ വ്യക്തമായി പറഞ്ഞു. ഇത് ട്രംപിനെ ചൊടിപ്പിച്ചു. നൊബേൽ സമ്മാന വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ച് നൊബേൽ സമ്മാനം നേടാൻ ഇന്ത്യ അനുവദിക്കുന്നില്ല എന്നതിൽ വലിയ വേദനയും നിരാശയുമുണ്ട്. അക്കൂട്ടത്തിലാണ് വ്യാപാര കരാറിൽ ഒരിടത്തും എത്തുന്നില്ല. ഇന്നെത്തും നാളെ എത്തും എന്ന് കരുതിയെങ്കിലും എത്തുന്നില്ല. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി പോകുന്നു. അതുകൊണ്ട് പാകിസ്ഥാനെ പിടിച്ച് ഇന്ത്യക്കിട്ട് പണിയാൻ ട്രംപ് രംഗത്തിറങ്ങി. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി പാകിസ്ഥാനെ പിടിച്ച് ഇപ്പൊ എന്തോ നിങ്ങളെ മൂക്കിക്കയറ്റും എന്ന തരത്തിലുള്ള നിലപാടാണ്. പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ ഒന്നിലധികം തവണ വൈറ്റ് ഹൗസിൽ വിളിച്ച് വിരുന്നു കൊടുത്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് നിൽക്കുന്നത് സൈനിക മേധാവിയുടെ പിന്നിലാണ്. അങ്ങനെ ട്രംപ് സൈനിക മേധാവിയുമായി ബന്ധമുണ്ടാക്കി ചില വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കുന്നു. അതിന്റെ തുടർച്ച തന്നെയായിരുന്നു സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക കരാർ. ഇതിലൊന്നും ഇന്ത്യ ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ ചെയ്തില്ല. അല്പം പോലും പിന്നോട്ട് പോയില്ല. ഇതാ വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വലിയൊരു മുന്നറിയിപ്പ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നു. ഇന്ത്യ സൂക്ഷിച്ചോ, ഇനി ഞങ്ങളെ ചൊറിയാൻ ശ്രമിച്ചാൽ പഴയതായിരിക്കത്തില്ല അനുഭവം. ഇന്ത്യ തോറ്റുപോയി. 8 നിലയിൽ ഞങ്ങളോട് തോറ്റു. 0-6 സ്കോറിലാണ് ഇന്ത്യ തോറ്റത്. അങ്ങനെ ഞങ്ങൾ വിജയിച്ചു നിൽക്കുമ്പോൾ നാണക്കേട് മാറ്റാൻ വേണ്ടിയാണ് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ ഭൂപടത്തിൽ അവശേഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഭീകരരോട് സന്ധി ചെയ്യരുത്, ഭീകരരെ പുറത്താക്കണമെന്ന് പറഞ്ഞത് അതിന്റെ മുന്നറിയിപ്പാണ്. ഇന്ത്യ ഇനി ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ പണി തരും, ഞങ്ങളെ തൊടുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നൊക്കെ അവരുടെ പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട്. അവിടെയും തീർന്നില്ല. പാക് സൈനിക മേധാവി ആസിഫ് മുനീർ അമേരിക്കയ്ക്ക് ഒരു വാഗ്ദാനം മുമ്പോട്ട് വെച്ചിരിക്കുന്നു. ഇന്ത്യ ചൊറിയുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ്. ബലൂചിസ്ഥാനിലെ ഗദ്വാർ ജില്ലയിൽ പസ്നി എന്ന് പറയുന്ന ഒരു ചെറിയ തുറമുഖം പാകിസ്ഥാനുണ്ട്. വളരെ ചെറിയ തുറമുഖമാണ്. അറബിക്കടലിലാണ്. ഇറാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി പങ്കിടുന്നതാണ്. ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഏതാണ്ട് 100 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈ പസ്നി തുറമുഖം അമേരിക്കയുടെ നാവിക താവളമാക്കാൻ വിട്ടുകൊടുക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ബോധപൂർവം ഇന്ത്യയെ ചൊറിയാനാണ്. ഇന്ത്യ ചൊറിയുക എന്ന് പറയുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഇറാന്റെ ചബാർ തുറമുഖം അവിടെ ഏതാണ്ട് 300 കിലോമീറ്റർ അപ്പുറയാണ്. ഈ ചബാർ തുറമുഖം ഇന്ത്യയാണ് വികസിപ്പിക്കുന്നത്. നിർണായകമായ ഒരു സൈനിക നീക്കം നടത്തിയാണ് ചബാർ തുറമുഖത്തിന്റെ ഡെവലപ്മെന്റ് ഏറ്റെടുത്ത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള കരാറിന്റെ ഭാഗമാണ്. വെറും 300 കിലോമീറ്റർ മാത്രമാണ്. അവിടെ അമേരിക്കയ്ക്ക് ഒരു താവളം കൊടുത്ത് ഇന്ത്യ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ ഇത് പ്രകോപിതരായത് ഇന്ത്യയല്ല, ചൈനയാണ്. കാരണം ഏതാണ്ട് 100-112 കിലോമീറ്റർ അപ്പുറേ മറ്റൊരു തുറമുഖം, ഗ്വദർ തുറമുഖം,
അത് ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ചൈനയാണ് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി അവർ ഗദർ തുറമുഖം ചൈനയ്ക്ക് കൊടുത്തു. ചൈന അതിൽ ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ തൊട്ടടുത്ത് അതേ ജില്ലയിൽ, ബലൂചിസ്ഥാനിലെ അതേ ജില്ലയിൽ അമേരിക്കയ്ക്ക് താവളം ഒരുക്കുന്നത് ചൈനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കമാണെങ്കിലും അത് ഗുണകരമായിരിക്കുന്നു ഇന്ത്യക്ക്. ഇന്ത്യയും ചൈനയും തമ്മിൽ അകലം കുറയുന്നതിനും സൈനിക സഹകരണം വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകും. ഇന്ത്യ ഇറാനിൽ ഒരു തുറമുഖം വളർത്തിയെടുക്കുന്നതിൽ അസ്വസ്ഥത ചൈനയ്ക്കുണ്ടായിരുന്നു. അവിടെയാണ് അമേരിക്കയുടെ പുതിയ താവളം കൊണ്ടുവരുമ്പോൾ അത് ചൈനയുടെ ഉറക്കം കെടുത്തുന്നതും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാവാൻ കാരണമാവുന്നതും. ഇക്കൂട്ടത്തിൽ മറ്റൊരു ഡെവലപ്മെന്റ് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പൊതുവെ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയാത്ത RSSന്റെ മേധാവി മോഹൻ ഭഗവത് വളരെ ശ്രദ്ധേയമായ ഒരു അഭിപ്രായം പറഞ്ഞു. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പറയും, വിദേശ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. കാരണം രാജ്യത്തെ സംരക്ഷിക്കാൻ, രാജ്യത്തിന് സുരക്ഷ ഉണ്ടാക്കാൻ ഒരു വോളണ്ടിയേഴ്സിനെ സൃഷ്ടിക്കുന്ന സംഘടനയാണ് RSS. മോഹൻ ഭാഗവത് മധ്യപ്രദേശിലെ സത്നയിൽ വെച്ച് സ്വയം സേവകരെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വീട്, നമ്മളൊക്കെ ഒരു വീട്ടുകാരാണ്. ആ വീട്ടിലെ ഒരു മുറിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അധിനിവേശം നടത്തിയിരിക്കുന്ന കശ്മീർ. ആ വീട്ടിൽ നമുക്ക് അപരിചിതരായ ചിലർ താമസിക്കുകയാണ്. എൻ്റെ വീട്ടിലെ ഒരു മുറി വേറൊരാൾ, എനിക്ക് പരിചയമില്ലാത്ത ആൾ പിടിച്ചെടുത്ത് താമസിക്കുന്നു. അതെങ്ങനെ ശരിയാവും? ഭാരത് എന്ന് പറയുന്ന മഹത്തായ ഈ വീട്ടിലെ കുടുംബാംഗങ്ങളല്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലൊരു മുറിയിൽ കഴിയാൻ പാടില്ല. അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കണം, ആ മുറി നമുക്ക് സ്വന്തമാക്കണം എന്ന് പറഞ്ഞു. ഇത് വളരെ കൃത്യമായൊരു പ്രഖ്യാപനമാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിയാൻ അമേരിക്കയുടെ കൂട്ടുപിടിക്കുമ്പോൾ ഇന്ത്യ ചൈനയുടെ കൂട്ടുപിടിച്ചാണെങ്കിലും പാകിസ്ഥാന് പണി കൊടുക്കും എന്നുള്ള മുന്നറിയിപ്പ്. പാകിസ്ഥാനെ താങ്ങാൻ കഴിയുന്നതല്ല പാക് അധിനിവേശ കശ്മീർ ഇന്ത്യ പിടിക്കുക എന്ന് പറയുന്നത്. പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടേതാണ്. ആ പാക് അധിനിവേശ കശ്മീർ തിരിച്ചു പിടിക്കുക എന്നത് BJPയുടെയും RSSന്റെയും ഒക്കെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് അടുത്തെത്തിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ഞങ്ങൾ അത് ചെയ്യും എന്നുള്ള പ്രഖ്യാപനമാണിത്. RSS മേധാവി ഇങ്ങനെ പറയണമെങ്കിൽ കൃത്യമായ ഒരു കണക്കുകൂട്ടൽ കാണും. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ജമ്മു കാശ്മീരിൽ 2019 വരെ എന്താണ് സംഭവിച്ചിരുന്നത്? നമ്മുടെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും അവർ ഒരു സ്വതന്ത്ര രാജ്യം പോലെയാണ് പെരുമാറിയത്. അവിടെയായിരുന്നു ഭീകരവാദികളൊക്കെ ക്യാമ്പടിച്ചത്. പക്ഷേ ഒരു ഞൊടിയിടയിൽ ജമ്മു കാശ്മീരിനെ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി. പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളഞ്ഞു. ഭീകരവാദികളെ തല്ലിയോടിച്ചു. ആ ഭീകരവാദികൾക്ക് അവിടെ നിലനിൽപ്പില്ലാതായി. കാശ്മീരിലേക്ക് ജനങ്ങൾ എത്താൻ തുടങ്ങി, വ്യവസായം എത്താൻ തുടങ്ങി. സഖികെട്ട് പാകിസ്ഥാൻ വലിയ കുതന്ത്രങ്ങൾ നടത്തി ചില ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുഖ്യധാരയുടെ ഭാഗമായി വോട്ടെടുപ്പിൽ ജനങ്ങളെത്താൻ തുടങ്ങി. കശ്മീരിലേക്ക് ടൂറിസ്റ്റുകൾ എത്താൻ തുടങ്ങി. ഇങ്ങനെ കശ്മീര് മെയിൻലാൻഡ് ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇതേ തുടർന്ന് മോദി സർക്കാർ ചെയ്ത് സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരെ ഓടിക്കാൻ തീരുമാനിച്ചു. അവരുടെ ക്യാമ്പുകൾ തകർത്തു. ഇപ്പോൾ ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള സംഘടനകൾ തകർന്നുപോയ ആസ്ഥാനം പുതുക്കി പണിയുന്നില്ല, അഫ്ഗാൻ അതിർത്തിയിലേക്ക് മാറുന്നു. അവിടെയുമുണ്ട് രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വളരെ അടുപ്പത്തിലാണ്. താലിബാന്റെ മന്ത്രിമാർ ഇന്ത്യയിൽ ഔദ്യോഗികമായി സന്ദർശിക്കുന്നു. പാകിസ്ഥാനേക്കാൾ താലിബാൻ ഇഷ്ടം ഇന്ത്യയോടാണ്. അതായത് ഇന്ത്യക്ക് വേണ്ടി താലിബാൻ എന്തും ചെയ്യും. ആ അവസ്ഥയിലേക്ക് ഇന്ത്യ താലിബാനെ കൊണ്ടുവന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമാണ്. അതുപോലെ തന്നെ ബലൂചിസ്ഥാനാണ് അവരുടെ അടുത്തുള്ള മറ്റൊരു പ്രവിശ്യ. ബലൂചിസ്ഥാൻ ഇന്ത്യക്കൊപ്പമാണ്. അതായത് പാകിസ്ഥാന് തന്നെ ഒരു പ്രവിശ്യയായ ബലൂചിസ്ഥാൻ ഇന്ത്യക്കൊപ്പമാണ്. പാകിസ്ഥാന്റെ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കൊപ്പമാണ്. പാക് അധിനിവേശ കശ്മീരിൽ ഇവർ പല നീക്കങ്ങൾ നടത്തുമ്പോഴും അത് പിടിച്ചെടുക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന സൂചനയും പുറത്തു വരുന്നു. അപ്പോൾ ഒരുപക്ഷെ ബലൂചിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ പിന്തുണയോടെ പാക് അധിനിവേശ കശ്മീർ ഇന്ത്യക്ക് പിടിക്കാൻ കഴിഞ്ഞത് വരാം. വളരെ കൃത്യമായി എന്തൊക്കെയോ ആസൂത്രണം നടക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് മോഹൻ ഭാഗവത്തിന്റെ ഈ പ്രസ്താവന. നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള ചില നീക്കങ്ങൾ രാജ്യാന്തര തലത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ വെപ്രാളപ്പെട്ട് അമേരിക്കയുടെ സഹായം തേടിയത്. പക്ഷെ ഇതൊന്നും ഇന്ത്യയെ ബാധിക്കാതെ നാടകീയമായ സർജിക്കൽ ഓപ്പറേഷൻസ് പദ്ധതിയിട്ട് ഇന്ത്യ മുമ്പോട്ട് പോകുന്നു.